നിലമ്പൂരിൽ പക്ഷേ മത്സര സാധ്യത തള്ളുന്നില്ല പി.വി. അൻവർ. മത്സരിക്കില്ല എന്നും ഇനി യു.ഡി.എഫിലേക്ക് ഇല്ലെന്നും ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞ അൻവർ ഉച്ചയ്ക്ക് ശേഷം ആ നിലപാടിൽ മലക്കം പറഞ്ഞു. പി.വി. അൻവറിനെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നാണ് യു.ഡി.എഫിലെ പൊതുധാരണ. ഞാനിനിയില്ല, യു.ഡി.എഫിലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ യു.ഡി.എഫിലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയമാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ആഴ്ചകൾ നീണ്ട മാരത്തൺ ചർച്ചകൾ സമവായത്തിൽ എത്താതിരുന്നതോടെയാണ് യു.ഡി.എഫിലേക്കില്ലെന്ന പി.വി. അൻവറിന്റെ വൈകാരികത നിറഞ്ഞ ഈ പ്രഖ്യാപനം. ഒറ്റയ്ക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പണമില്ലാത്തതിനാൽ പിന്മാറുന്നുവെന്നും ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട പി.വി. അൻവർ വ്യക്തമാക്കി. എന്നാൽ നേരമിരുട്ടും മുന്നേ ഈ നിലപാടിൽ നിന്നും പി.വി. അൻവർ പിന്നോട്ട്. യു.ഡി.എഫ് പ്രവേശനത്തിലും മത്സരത്തിലും പി.വി. അൻവറിന്റെ പുതിയ നിലപാട് ഇങ്ങനെ: മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ അടുത്ത് 5 പൈസ ഇല്ല. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറൊന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു ഇന്ന് രാവിലെ പി.വി. അൻവർ മാധ്യമങ്ങളെ കണ്ടത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പഠിച്ച പണി 18 നോക്കിയിട്ടും മുന്നണി പ്രവേശനത്തിന് തടസ്സമായത് വി.ഡി. സതീശനാണെന്ന് അൻവറിന്റെ കുറ്റപ്പെടുത്തൽ. തൽക്കാലം അൻവറിനെ പ്രകോപിപ്പിക്കേണ്ടെന്ന പൊതുധാരണയിലാണ് നേതാക്കൾ. അങ്ങനെ LDF-ന് എതിരെ പിന്നെ അവർ കൂടുതൽ പറഞ്ഞു ഉള്ളതൊന്നുമല്ല. LDF-നെതിരെ അൻവറിനെ സംബന്ധിച്ച് അൻവർ നേരത്തെ തന്നെ LDF ഗവൺമെൻറ്റിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് വന്ന ആളാണ്. ഞങ്ങളുടെ അജണ്ടയും അതുതന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഈ അവസാന നിമിഷം വരെയും എൻ്റെ പ്രതീക്ഷ. മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ 2 ദിവസം കൂടി സമയമുണ്ടല്ലോ എന്നാണ് പി.വി. അൻവറിന്റെ പ്രതികരണം. ഇതിനാൽ തന്നെ നിലമ്പൂരിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല. ടീം 24 നിലമ്പൂർ.